സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടതുണ്ടോ? ഇന്നത്തെ ഗോൾഡിന്റെ വില പേപ്പറിൽ കാണുന്ന റേറ്റും കടയിൽ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ കൂടെ മേക്കിംഗ് ചാർജ് എന്തിനാണ് അഡീഷണൽ ആയിട്ട് വാങ്ങുന്നത്? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഏത്തക്കായയുടെ ഇന്നത്തെ മാർക്കറ്റ് വില 50 രൂപ. അതേ ഏത്തക്കായ വെച്ചുണ്ടാക്കുന്ന ബനാന ചിപ്സിന്റെ വില 400 രൂപ. 50 രൂപയുള്ള ഏത്തക്കായ വെച്ചുണ്ടാക്കുന്ന ബനാന ചിപ്സിന് എന്തിനാണ് നമ്മൾ 400 രൂപ കൊടുക്കണേ? ഏത്തക്കായ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കഴുകി ക്ലീൻ ആക്കി ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏത്തക്കായ കൊണ്ടുവരുമ്പോൾ തൊലി കളഞ്ഞുണ്ടാവുന്ന വെയിറ്റ് ലോസ്, ഗ്യാസ്, എണ്ണ, പാക്കിംഗ് കവറ്, പണിക്കാരന്റെ ശമ്പളം, കടക്കാരന്റെ ലാഭം ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് അവസാനം 400 രൂപക്ക് നമുക്ക് ഏത്തക്കായ വെക്കുന്നത്. സ്വർണത്തിന്റെ മാർക്കറ്റ് വില കാണിക്കുന്നത് സ്വർണ്ണാഭരണത്തിന്റെ വിലയല്ല, ഒരു റോ ഗോൾഡിന്റെ വിലയാണ് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയായിട്ട് കാണിക്കുന്നത്. റോ ഗോൾഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതൊരു ആഭരണമാക്കി മാറ്റുന്നതിന് വേണ്ടി ആദ്യം ഡിസൈൻ ചെയ്ത് മെഷീനറികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടോ പണിക്കാരിരുന്നു കൊണ്ട് അത് ഒരു ആഭരണത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി അതിനുശേഷം അത് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയും കടക്കാരുടെ അടുത്ത് നിന്ന് കസ്റ്റമറിലേക്ക് എത്തുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. സ്വർണം ആഭരണമായി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് ലോസ്, ഈ കരകൗശല വിദഗ്ധരായ തൊഴിലാളികളുടെ പ്രവർത്തന കൂലി, ആധുനിക മെഷീനറികളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ പ്രവർത്തന ചെലവ്, ഇത് ഒരു ഹോൾസെയിലർ വഴിയാണ് കടയിലേക്ക് എത്തുന്നതെങ്കിൽ അവരുടെ ലാഭം, കടയിലെത്തിക്കഴിഞ്ഞാൽ കടക്കാരന്റെ വാടക, ജീവനക്കാരുടെ ശമ്പളം, ഇൻഷുറൻസ്, കടക്കാരന്റെ ലാഭം ഇവയെല്ലാം ചേർന്നിട്ടുള്ള തുകയായിട്ടായിരിക്കും ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഗോൾഡിന്റെ വില പേപ്പർ റേറ്റ് അനുസരിച്ച് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഏത് രീതിയിലുള്ള ആഭരണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ പ്രവർത്തന ചെലവ് അനുസരിച്ച് മേക്കിംഗ് ചാർജിൽ വേരിയേഷൻ ഉണ്ടാകും. അപ്പൊ സ്വർണ്ണാഭരണത്തിന്റെ നിർമ്മാണ കൂലി എന്ന് പറഞ്ഞത് ഒരു അധിക ചെലവല്ല, സ്വർണം എന്ന ലോഹത്തെ ഒരു മനോഹരമായ ആഭരണമാക്കി മാറ്റാനുള്ള കലാസൃഷ്ടിക്ക് വരുന്ന മൂല്യവർദ്ധന സേവനത്തിന് വരുന്ന തുകയാണ്.